ഇന്ത്യയോടും പാകിസ്ഥാനോടും സംസാരിച്ച ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനോടും പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിനോടും സംസാരിച്ച സെക്രട്ടറി ജനറൽ നിലവിലെ അവസ്ഥയിൽ ആശങ്ക രേഖപ്പെടുത്തി. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായിട്ട്. അർജുൻ, എന്തെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഒരു സംഘർഷം ലഘൂകരിക്കാൻ വേണ്ട ഇടപെടൽ വേണം, അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശം UN സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായോ? ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ UN ഒരു പ്രതികരണം എന്താണ്? സാധാരണഗതിയിൽ ഇരു രാജ്യങ്ങൾ തമ്മിൽ സംഘർഷ സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിൽ ഇടപെട്ട് ഈ സ്ഥിതിഗതികൾ ശാന്തമാക്കാനുള്ള ശ്രമം എപ്പോഴും UN ഭാഗത്തും ഉണ്ടാകാറുണ്ട്. സമാനമായിട്ടുള്ള രീതിയിലുള്ള ഒരു ഇടപെടലാണ് ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത്. ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉണ്ടാകുന്ന ഈ സംഘർഷ സാഹചര്യ സ്ഥിതിഗതികൾ അതിൽ വലിയ രീതിയിലുള്ള ആശങ്ക UN പ്രകടിപ്പിക്കുകയാണ്. നേരത്തെ UN തന്നെ ഐക്യരാഷ്ട്രസഭയിലായാലും അതല്ലാതെ പ്രതികരണങ്ങളിലായാലും ഈ ഭീകരാക്രമണത്തെ അപലപിച്ചുകൊണ്ട് UN രംഗത്ത് വന്നിരുന്നു. പക്ഷേ സ്ഥിതിഗതികൾ ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു സംഘർഷ ഘട്ടത്തിലേക്ക് പോകുന്നതിലാണ് ഇപ്പോൾ UN പ്രധാനമായിട്ടും ആശങ്കയുള്ളത്. സ്ഥിതിഗതികൾ ശാന്തമാക്കണം, അതിനുവേണ്ടി എന്ത് സഹായവും ചെയ്തു നൽകാൻ തയ്യാറാണെന്ന് UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടേഴ്സ് ആണ് ഇപ്പോൾ ഇരു രാജ്യത്തെ നേതാക്കളോടും, അതായത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറോടും അതുപോലെ തന്നെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിനോടും പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇന്ത്യയുടെ നിലപാട് അവിടെ വ്യക്തമാക്കിക്കൊണ്ട് ഈ അക്രമികളെ, ഭീകരാക്രമണത്തിന് പിന്നിലുള്ള അക്രമികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന ഇന്ത്യയുടെ നിലപാട്, അതിന് വേണ്ട നടപടികൾ, മാർഗങ്ങൾ സ്വീകരിക്കുമെന്ന നിലപാട് ഇന്ത്യ UN അറിയിച്ചിട്ടുമുണ്ട് ഈ ഒരു ഘട്ടത്തിൽ. ശരി, അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ നൽകിയത്. UN സെക്രട്ടറി ജനറലാണ് ഇന്ത്യയും പാകിസ്ഥാനുമായി സംസാരിച്ചത്. പക്ഷേ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ സംഭവങ്ങൾ, അതിൽ ഇന്ത്യയുടെ ഉറച്ച നിലപാട് UN ഇന്ത്യ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്.